ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചിക്കനെ മാറിനേറ്റ് ചെയ്യുക. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ മസാല, മൈദ, അതുപോലെ തന്നെ സോയാ സോസ് ഉപയോഗിച്ച് നല്ലോണം മാറിനേറ്റ് ചെയ്ത് 10-20 മിനിറ്റ് വെക്കുക. അതിനുശേഷം അതിനെ ഷാലോ ഫ്രൈ ചെയ്യുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ അതിന് ശേഷം ക്യാപ്സിക്കം, അതുപോലെ ഒണിയൻ ചെയ്തിട്ട് അതിന് ജിഞ്ചർ ഗാർലിക്, ഒണിയൻ, ക്യാപ്സിക്കം ഒക്കെ ചോപ്പ് ചെയ്ത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്നായി ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് സോസുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ ഫ്ലെയിം നന്നായി കൂട്ടി വെക്കുന്നുണ്ട്, കാരണം ഇത് ചൈനീസ് കുക്കിങ്ങിൽ പറയുന്നത് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഹൈ ഫ്ലെയിമിൽ. എന്നാൽ മാത്രമേ ആ ഫ്ലേവർ, ഒരു ബേൺഡ് ഫ്ലേവറും കൂടി നമുക്ക് ഫുഡിന് കിട്ടും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുക. ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് കൂടി ആഡ് ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ചില്ലി സോസ് ഞാൻ അധികം ആഡ് ചെയ്തിട്ടില്ല. എരിവിന് ആവശ്യത്തിന് ചില്ലി സോസും കൂടി ആഡ് ചെയ്യാം. ഇനി ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അതിലേക്ക് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുക ഗ്രേവിക്ക് വേണ്ടി. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ മിക്സും കൂടി ആഡ് ചെയ്യും. നിങ്ങളുടെ ഗ്രേവി കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും. ഞാനിവിടെ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇത് നന്നായി ഒന്ന് ബോയിൽ ചെയ്ത് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനൊക്കെ ഗ്രേവിയിൽ നന്നായി മിക്സ് ആയതിനു ശേഷം കുറച്ച് നേരം 2 മിനിറ്റ്സ് അത് അവിടെ തന്നെ ഗ്യാസിൽ തന്നെ വെച്ച് ബോയിൽ ചെയ്യുക. ഫൈനലി കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. നിങ്ങൾക്ക് സ്പൈസിനെസ് കൂട്ടണമെങ്കിൽ കൂടുതൽ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ചിലർ ഗാർണിഷിങ്ങിനായിട്ട് കൊറിയാൻഡർ ലീവ്സ്, മല്ലിയിലൊക്കെ ഇടാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. താങ്ക് യു.